ദൈവത്തെ നിഷേധിച്ച ഒരാൾ, പരലോകത്തെ നിഷേധിച്ച ഒരാൾ, മതത്തെ നിഷേധിച്ച ഒരാൾ, ഇപ്പൊ ഞാൻ നിഷേധിച്ച ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ദൈവത്തെ അവഗണിച്ച ഒരാൾ, മതത്തെ അവഗണിച്ച ഒരാൾ, മതനിർദ്ദേശങ്ങളെ അവഗണിച്ച ഒരാൾ, അവഗണിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആ മാനസികാവസ്ഥയിൽ എത്തിപ്പെട്ട ആൾ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ പിന്നെന്തിനു പരോപകാരം ചെയ്യണം? പ്രത്യേകിച്ച് തനിക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത, തനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു കാര്യത്തിൽ എന്തിന് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ റിസ്ക് എടുക്കണം? നമ്മളൊക്കെ അങ്ങനെ എടുക്കുന്ന ആളുകളല്ലേ? പല കാരണങ്ങളാലും പല സന്ദർഭങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി റിസ്ക് എടുക്കുന്ന ആളുകളാണ് നമ്മൾ, എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ എന്തിനെടുക്കണം? ഇതിന് യുക്തിപരമായ ഒരു മറുപടി, ഇതിന് ബുദ്ധിപരമായൊരു മറുപടി, ഇതിന് ശാസ്ത്രീയമായൊരു മറുപടി പറയാൻ ഇന്നോളം നിരീശ്വരവാദികൾക്ക്, ദൈവനിഷേധികൾക്ക്, എയ്റ്റിസ്റ്റുകൾക്ക്, നാസ്തികർക്ക് സാധിച്ചിട്ടില്ല. അവർ തപസ്സിരുന്നാലും ഇനി സാധിക്കുകയുമില്ല ഇതിന് മറുപടി പറയാൻ. എന്തിനു മറ്റുള്ളവരെ സഹായിക്കണം? സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ എന്തിനു മറ്റുള്ളവരെ സഹായിക്കണം?